നമസ്കാരം. ഞാൻ NGR നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാൻ പോകുന്ന മറ്റൊരു കഥയുടെ പേരാണ് ചേരാനല്ലൂർ കുഞ്ചുക്കർത്താവ്. ഈ ചേരാനല്ലൂർ കുഞ്ചുക്കർത്താവിൻ്റെ ഭവനം ഇപ്പോൾ കൊച്ചി സംസ്ഥാനത്ത് കണയന്നൂർ താലൂക്കിൽ ചേരാനല്ലൂർ ദേശത്താണ്. ഇടപ്പള്ളി തീവണ്ടി സ്റ്റേഷനിൽ നിന്ന് ഒരു 2 നാഴിക വടക്കുമാറിയാണ് ഈ ഭവനം. ഇവരെ സാധാരണയായി പറഞ്ഞു വരുന്നത് ചേരാനല്ലൂർ കർത്താവ് എന്നാണെങ്കിലും ഇവരുടെ കുടുംബത്തേക്കുള്ള സ്ഥാനപ്പേര് കുന്നത്ത് രാമകുമാര കൈമൾ എന്നാണ്. പണ്ട് ഇവരുടെ തറവാട് വരാപ്പുഴയായിരുന്നു. അവിടെയുണ്ടായിരുന്ന ഇവരുടെ സ്ഥാനപ്പേര് പടിഞ്ഞാറ്റിയടത്ത് പടനായർ എന്നായിരുന്നുവെന്നും ഇവരുടെ തറവാട്ടേക്ക് കൊച്ചി രാജാവിൻ്റെ പടനായക സ്ഥാനമുണ്ടായിരുന്നതിനാലാണ് ഈ സ്ഥാനപ്പേര് സിദ്ധിച്ചതെന്നും ഒരു കേൾവിയുണ്ട്. ഇവർക്ക് വരാപ്പുഴയെ ചില പുരയിടങ്ങളും മറ്റും അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. നമ്മുടെ എറണാകുളം ജില്ലയ്ക്ക് ഒരു കാലത്ത് അഞ്ചിക്കൈമൾ ജില്ല എന്നും പേര് പറഞ്ഞു വന്നിരുന്നു. ഈ എറണാകുളം ജില്ല എന്ന് പറയുന്നത് 5 കൈമൾക്കാരുടെ വകയായിരുന്നു ഒരു കാലത്ത് എന്നാണ് പറയണേ. അതുകൊണ്ടാണ് എറണാകുളം ജില്ലയ്ക്ക് ഈ പേര് സിദ്ധിച്ചത്. അതിൽ ആ 5 കൈമൾമാരുടെ കുടുംബത്തിൽ 4 കൈമൾമാരുടെ കുടുംബവും അന്യം നിന്ന് പോയപ്പോൾ അതിൽ ബാക്കി വന്ന ഒരു കൈമളുടെ കുടുംബം ഈ പടിഞ്ഞാറ്റേടത്ത് പടനായരുടെ തറവാട്ടിലേക്ക് ഒതുങ്ങി. അതുകൊണ്ട് തന്നെ എറണാകുളത്ത് ഇവരുടെ സ്ഥാനപ്പേര് ചെറുകാട്ട് ഇരവിക്കൈമൾ എന്നായി തീർന്നു. ഈ വക സംഗതികളെല്ലാം കൊണ്ട് തന്നെ മുമ്പ് ഇവരുടെ സ്ഥാനപ്പേര് കൈമൾ എന്നായിരുന്നുവെന്നും കർത്താവെന്നുള്ള സ്ഥാനം പിന്നീട് ഉണ്ടായതാണെന്നും വിചാരിക്കേണ്ടിയിരിക്കുന്നു. ഇതിൽ കർത്താവെന്നും കൈമളെന്നും പണിക്കരെന്നും കുറുപ്പെന്നുമുള്ള സ്ഥാനങ്ങൾ രാജാക്കന്മാർ കൽപ്പിച്ചു കൊടുക്കുന്നതാണല്ലോ. ഇതിൽ ചേരാനല്ലൂർ കർത്താവിന് പണ്ടുണ്ടായിരുന്ന കൈമൾ എന്ന സ്ഥാനം ഇടക്കാലത്ത് ഏതോ ഒരു രാജാവ് ഭേദപ്പെടുത്തി കർത്താവെന്ന് ആക്കിയതായിരിക്കണം. ഈ മുകുന്ദപുരം താലൂക്കിലുള്ള കോടശ്ശേരി കർത്താവിനെ ചിലർ തമ്പാൻ എന്നും പറയാറുണ്ട്. അവിടെ ഒരു കവിതക്കാരൻ കർത്താവുണ്ടായിരുന്നു. അദ്ദേഹത്തെ കോടശ്ശേരി കുഞ്ഞൻ തമ്പാൻ എന്നാണ് സാധാരണയായി പറഞ്ഞു വന്നിരുന്നത്. കോടശ്ശേരി കർത്താവിൻ്റെ കുടുംബത്തിലെ സ്ത്രീകളെ തമ്പായിമാർ എന്നാണ് പറയുന്നത്. എന്നാൽ ചേരാനല്ലൂർ കർത്താവിൻ്റെ സ്ത്രീകളെ പറയുന്നത് കുഞ്ഞമ്മമാർ എന്നാണ്. ഇവരുടെ ഒരു ശാഖാ കുടുംബം തിരുവിതാംകൂറിൽ മൂവാറ്റുപുഴ താലൂക്കിൽ തൃക്കാരിയൂർ ദേശത്തുണ്ട്. അവിടെയുള്ള സ്ത്രീകളെയും കുഞ്ഞമ്മമാർ എന്ന് തന്നെയാണ് പറഞ്ഞു വരുന്നത്. തിരുവിതാംകൂറിൽ വേറെയുള്ള കർത്താക്കന്മാരുടെ സ്ത്രീകളെയും പറഞ്ഞു വരുന്നത് കുഞ്ഞമ്മമാർ എന്ന് തന്നെയാണ്. തിരുവിതാംകൂറിൽ കൈമൾ എന്ന സ്ഥാനപ്പേരായിരുന്ന ചില കുടുംബക്കാർ ഈയിടെ കർത്താവെന്ന പേരു വച്ച് എഴുത്തുകുത്തുകൾ തുടങ്ങിയിരിക്കുന്നതായി കാണുന്നുണ്ട്. ഈ പേരുമാറ്റം അവർ സ്വയമേവ ചെയ്തതാണ്. രാജകൽപ്പന പ്രകാരവും മറ്റുമല്ല. മേൽപ്പറഞ്ഞ പല വിധത്തിലുള്ള സ്ഥാനമാനങ്ങളോടുകൂടി ചേരാനല്ലൂർ കുന്നത്തു കുടുംബത്തിൽ ജനിച്ച ആളാണ് നമ്മുടെ കഥയിലെ കഥാനായകനായ ചേരാനല്ലൂർ കുഞ്ചുക്കർത്താവ്. ഇദ്ദേഹത്തിൻ്റെ ജനന മരണങ്ങൾ ഏതേതാണ്ടുകളിലായിരുന്നു എന്നറിയുന്നതിന് മാർഗമൊന്നും കാണണില്ല. എങ്കിലും അദ്ദേഹം ജീവിച്ചിരുന്നത് ഏകദേശം ഒരു 250 കൊല്ലങ്ങൾക്ക് മുൻപായിരുന്നു എന്നുള്ളതിന് ചില ലക്ഷ്യങ്ങളുണ്ട്. ഈ കുഞ്ചുക്കർത്താവ് ചെറുപ്പത്തിൽ തന്നെ സ്വദേശം വിട്ടുപോയി. ഏതാനും കാലം പരദേശങ്ങളിൽ സഞ്ചരിക്കുകയും താമസിക്കുകയും ചെയ്തിരുന്നു. ആ ദിക്കുകളിൽ നിന്ന് അദ്ദേഹം മന്ത്രവാദം, വൈദ്യം, പാട്ട്, വീണവായന, ഇന്ദ്രജാലം മുതലായ ഇഷ്യവിദ്യകൾ അനിതര സാധാരണമായ പാണ്ഡിത്യം സമ്പാദിച്ചുകൊണ്ടാണ് സ്വദേശത്ത് തിരിച്ചെത്തിയത്. സ്വദേശത്ത് വന്നതിൻ്റെ ശേഷവും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വേഷഭൂഷാദികളെല്ലാം
പരദേശീയം തന്നെയായിരുന്നു. ഈ കുഞ്ചുകർത്താവിന് പല വിദ്യകൾ അറിയാമായിരുന്നുവെങ്കിലും അദ്ദേഹം അധികമായി പ്രയോഗിച്ചിരുന്നത് ഇന്ദ്രജാലായിരുന്നു. അതിനാൽ ആ വിഷയത്തിലാണ് അദ്ദേഹം അധികം പ്രസിദ്ധി ഉണ്ടാക്കി തീർത്തത്. അദ്ദേഹം ഹനുമാനെ സേവിച്ച പ്രത്യക്ഷമാക്കിയിരുന്നതുകൊണ്ട് ഏതൊരു കാര്യം സാധിക്കുന്നതിനും അദ്ദേഹത്തിന് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. വിശേഷിച്ച് അദ്ദേഹം ചില കുട്ടിച്ചാത്തന്മാരെയും സേവിച്ച് വശംവദന്മാരാക്കിയിരുന്നു. നമ്മുടെ കുഞ്ചുകർത്താവ് പരദേശത്ത് നിന്ന് മടങ്ങി വന്ന് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ തറവാട്ടിൽ മൂപ്പുസ്ഥാനം ലഭിച്ചു. എങ്കിലും അദ്ദേഹം കുടുംബകാര്യങ്ങളൊന്നും അന്വേഷിച്ചിരുന്നില്ല. അവയെല്ലാം അനന്തരവരെ കൊണ്ട് നടത്തിക്കുകയാണ് ചെയ്തിരുന്നത്. അദ്ദേഹം മിക്കപ്പോഴും താമസിച്ചിരുന്നത് രാജസന്നിധിയിലാണ്. ചിലപ്പോൾ മാത്രമേ സ്വന്തം ഗൃഹത്തിൽ താമസിച്ചിരുന്നുള്ളൂ. കൊച്ചി സംസ്ഥാനത്ത് വടുതലപ്പുഴയ്ക്ക് വടക്കുള്ള നികുതി മുഴുവനും പിരിച്ച് സർക്കാരിൽ അടയ്ക്കുന്നതിന് ചേരാനല്ലൂർ കർത്താവിനെ കൽപ്പനപ്രകാരം അധികാരപ്പെടുത്തിയിരുന്നു. വളരെ കാലം അദ്ദേഹം ആ ജോലി ശരിയായി നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു. ആ ഏർപ്പാട് ഭേദപ്പെടുത്തിയത് 1074 ആണ്ടിലാണ്. അങ്ങനെയിരിക്കെ 1074 മുമ്പ് ഒരാണ്ടില് വടുതലപ്പുഴയ്ക്ക് വടക്കുള്ള നികുതി മുഴുവനും പിരിച്ചെടുത്തു എന്നുണ്ടെങ്കിലും അത് അടച്ചു തീർക്കാതിരുന്നപ്പോൾ സർക്കാരിൽ നിന്ന് ഈ കർത്താവിൻ്റെ അടുക്കൽ ഒരു ആളെ അയച്ചു. അപ്പോൾ കുഞ്ചുകർത്താവ് ഗൃഹത്തിലുണ്ടായിരുന്നു. എന്നാൽ തറവാട്ടുകാര്യങ്ങൾ അന്വേഷിക്കുകയും വടുതലപ്പുഴയ്ക്ക് വടക്കുള്ള നികുതി മുഴുവനും പിരിച്ചെടുത്ത് സർക്കാരിലേക്ക് അടയ്ക്കുകയും മറ്റും ചെയ്തിരുന്ന അനന്തരവൻ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. പുറത്ത് എവിടെയോ പോയിരിക്കുകയായിരുന്നു. അതിനാൽ കുഞ്ചുകർത്താവ് ആ വന്ന ആളോട് പറഞ്ഞു, അല്ല, എൻ്റെ അനന്തരവൻ ഇപ്പോൾ ഇവിടെ ഇല്ല. അയാൾ എന്തോ കാര്യമായി പുറത്ത് എവിടെയോ പോയിരിക്കുകയാണ്. എൻ്റെ കൈവശം പണം ഒന്നുമില്ല. അതിനാൽ നാളെ വരിക. അപ്പോഴേക്കും അനന്തരവൻ വരികയിരിക്കും. അയാളിനി വന്നില്ലെങ്കിലും നാളത്തേക്ക് പണമുണ്ടാക്കി ഞാൻ തന്നെ തരാം എന്ന് പറഞ്ഞു. വന്നയാൾ അത് കേട്ട് അപ്പം തന്നെ മടങ്ങിപ്പോവുകയും ചെയ്തു. അങ്ങനെ അടുത്ത ദിവസം അയാൾ വീണ്ടും വന്നു. അന്നും കാര്യാന്വേഷണക്കാരനായ അനന്തരവൻ കർത്താവ് അവിടെ വന്നിട്ടില്ലായിരുന്നു. എങ്കിലും താൻ പറഞ്ഞിരുന്നത് പോലെ ചെയ്യാതിരിക്കുന്നത് വിഹിതല്ലല്ലോ എന്ന് വിചാരിച്ച് കുഞ്ചുകർത്താവ് അകത്തു ചെന്ന് ഒരു പെട്ടി എടുത്തുകൊണ്ടുവന്ന് തുറന്ന് സർക്കാരിലേക്ക് ചെല്ലുവാനുണ്ടായിരുന്ന സംഖ്യ മുഴുവനും അതിൽ നിന്ന് എണ്ണി തിട്ടപ്പെടുത്തി അങ്ങോട്ട് കൊടുത്തു. അത് മുഴുവനും അക്കാലത്ത് കൊച്ചി രാജ്യത്ത് നടപ്പുണ്ടായിരുന്ന ഇരട്ടിപ്പുത്തനായിരുന്നു. മുഴുവനും എണ്ണിക്കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, അല്ല, ഈ പുത്തനെക്കുറിച്ച് വല്ല സംശയവും ഉണ്ടെങ്കിൽ വെട്ടിമുറിച്ചോ ഉരിക്കുകയോ നോക്കിക്കൊള്ളുക എന്ന് കുഞ്ചുകർത്താവ് പറഞ്ഞു. വന്നിരുന്ന ആള് വേണ്ടുന്ന പരിശോധനയെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം പറഞ്ഞു, ഇല്ല, എല്ലാം നല്ല പുത്തൻ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല എന്ന് പറഞ്ഞ് പുത്തനെല്ലാം വാരിക്കെട്ടിക്കൊണ്ടുപോയി. അയാൾ പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അനന്തരവൻ കർത്താവ് വന്നു. ഉടനെ കുഞ്ചുകർത്താവ് അനന്തരവൻ കർത്താവിനോട് നികുതി വക പണത്തിന് സർക്കാരിൽ നിന്ന് ആളെ അയച്ചിരുന്നുവെന്നും താൻ പണമുണ്ടാക്കി കൊടുത്തയച്ചു എന്നും കുഞ്ചുകർത്താവ് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ തന്നെ അനന്തരവൻ കർത്താവ് അങ്ങോട്ട് വല്ലാണ്ട് ഭയപ്പെട്ടു. കാരണവരുടെ കൈവശം പണമുണ്ടായിരുന്നില്ലെന്ന് അനന്തരവൻ അറിയാമായിരുന്നു. പിന്നെ പണമുണ്ടാക്കി കൊടുത്തയച്ചത് ഇന്ദ്രജാലം കൊണ്ടായിരിക്കുമല്ലോ എന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ അനന്തരവൻ കർത്താവ് കുഞ്ചുകർത്താവിനോട് പറഞ്ഞു, അയ്യോ, ഇത് വേണ്ടായിരുന്നു. സർക്കാരിനെ വഞ്ചിക്കുന്നത് വിഹിതമല്ലല്ലോ. എന്ന് മാത്രമല്ല, സംഗതി വെളിപ്പെടുമ്പോൾ നമ്മൾ ശിക്ഷ അനുഭവിക്കേണ്ടതായും വന്നേക്കും എന്ന് പറയുകയും ഉടനെ തന്നെ പണവും കൊണ്ട് എറണാകുളത്തേക്ക് അനന്തരവൻ കർത്താവ് പോവുകയും ചെയ്തു. ഉടനെ തന്നെ എറണാകുളത്തെത്തി പണം ഏറ്റുവാങ്ങേണ്ടുന്ന ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു, നികുതി വക പണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് ഏറ്റുവാങ്ങി രസീത് തരണം എന്ന് പറഞ്ഞു.
അത് കേട്ടപ്പോൾ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു, ഹേയ്, നികുതി വക പണമെല്ലാം ഇവിടെ അടച്ചു തീർത്തിരിക്കണു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അനന്തരവൻ കർത്താവ് പറഞ്ഞു, അല്ല, കാരണവര് കൊടുത്തയച്ച ആ പണം വേറൊരു ഇനമാണ്. അതിനാൽ അത് മടക്കി തരികയും ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന പണം ഏറ്റുവാങ്ങി പ്രമാണം തരികയും ചെയ്യണമെന്ന് അങ്ങോട്ട് നിർബന്ധിച്ചു. അത് കേട്ട ഉടനെ ആ ഉദ്യോഗസ്ഥന്മാര് അങ്ങനെ സമ്മതിച്ചു. എന്നിട്ട് കാരണവർ കൊടുത്തയച്ച പണം എടുത്തുകൊണ്ടുവന്ന് എണ്ണി ഏൽപ്പിക്കുന്നതിനായി അഴിച്ചു നോക്കിയപ്പോഴോ അത് മുഴുവനും ഇരട്ടിപ്പുത്തൻ്റെ വലിപ്പത്തിൽ വൃത്താകാരമായി മുറിച്ച ഓലക്കഷ്ണങ്ങളായിരുന്നു. അത് കണ്ട് എല്ലാവരും വിസ്മയിക്കുകയും നികുതി വക പണം ഏറ്റുവാങ്ങിക്കൊണ്ട് അതിനുള്ള രസീത് കൊടുത്തയക്കുകയും ചെയ്തു. കുഞ്ചുക്കർത്താവ് പരദേശത്ത് നിന്ന് മടങ്ങി വന്നിട്ട് ആദ്യം പ്രയോഗിച്ച വിദ്യ ഇതായിരുന്നു. ഇത് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധി അങ്ങോട്ട് സർവത്ര പരന്നു. ഒരിക്കല് തൃപ്പൂണിത്തറ നിന്ന് ചില കൊച്ചു തമ്പുരാക്കന്മാർ കർത്താവിൻ്റെ ഭവനത്തിൽ എഴുന്നള്ളിയും ചില വിദ്യകൾ കണ്ടാൽ കൊള്ളാമെന്ന് കുഞ്ചുക്കർത്താവിനോട് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തു. അത് കേട്ടപ്പോൾ കുഞ്ചുക്കർത്താവ് 4 തോക്കെടുത്ത് നിറച്ച് 4 ഭൃത്യന്മാരെ വിളിച്ച് ഓരോ തോക്കു വീതം അവരുടെ കയ്യിൽ കൊടുത്ത് അവിടെയുള്ള കുളത്തിൻ്റെ 4 കരയിലും നിർത്തിയിട്ട് അവരോട് പറഞ്ഞു, ഞാൻ ഈ കുളത്തിൽ മുങ്ങിയാൽ പൊങ്ങി വരുന്ന സമയം നിങ്ങൾ എന്നെ വെടിവയ്ക്കണം എന്ന് പറഞ്ഞു. അത് കേട്ടപാടെ ഭൃത്യന്മാര് അരയും തലയും മുറുക്കി വെടിവയ്ക്കാനായി സന്നദ്ധരായി കഴിഞ്ഞു. ഉടനെ തന്നെ കർത്താവ് കുളത്തിലിറങ്ങി മധ്യഭാഗത്ത് ചെന്ന് അങ്ങോട്ട് മുങ്ങി. അങ്ങനെ വളരെ അത്ഭുതത്തോടുകൂടി കൊച്ചുതമ്പുരാക്കന്മാരും ഭൃത്യന്മാരും നോക്കിക്കൊണ്ടു നിന്നു. ഏകദേശം 3.25 നാഴിക കഴിഞ്ഞപ്പോൾ കുഞ്ചുക്കർത്താവിൻ്റെ തല വെള്ളത്തിന് മുകളിൽ കണ്ടു. ഉടനെ തന്നെ ഭൃത്യന്മാര് വെടിവയ്ക്കുകയും കുഞ്ചുക്കർത്താവിൻ്റെ തല പൊട്ടിച്ചിതറുകയും കുളത്തിലെ വെള്ളം രക്തമയമായി തീരുകയും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കുഞ്ചുക്കർത്താവിൻ്റെ മൃതശരീരം വെള്ളത്തിന് മീതെ പൊങ്ങി വരികയും ചെയ്തു. ഇതെല്ലാം കണ്ട് കൊച്ചുതമ്പുരാക്കന്മാർ അങ്ങോട്ട് വല്ലാണ്ട് ഭയപ്പെട്ടു. കർത്താവ് ഇങ്ങനെ മരിച്ചതിൻ്റെ കാരണം എന്തായിരിക്കും? കാരണം എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വലിയ കഷ്ടായിപ്പോയി. കർത്താവിൻ്റെ വിദ്യ കാണാൻ വന്നിട്ട് നമുക്ക് മരണം കാണാനാണല്ലോ സംഗതിയായത്. കർത്താവ് പറഞ്ഞിട്ടാണെങ്കിലും ഈ ഭൃത്യന്മാര് വെടിവച്ചത് ന്യായമായില്ല. വെടിവയ്ക്കുന്ന സമയം കർത്താവ് വെള്ളത്തിൽ മുങ്ങിക്കളയും, വെടി കൊള്ളാനിടയാവുകയില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ വെടിവയ്ക്കാൻ സമ്മതിക്കില്ലായിരുന്നല്ലോ. ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും കർത്താവിന് അബദ്ധം പറ്റിപ്പോയില്ലോ. വെടി വരുമ്പോഴേക്കും മുങ്ങിക്കളയാം എന്നായിരിക്കും വിദ്വാൻ വിചാരിച്ചിരുന്നത്. വെടിയുണ്ടയുടെ ആ വേഗം കൊണ്ട് അതിന് ഇട കിട്ടിയിട്ടുണ്ടാവില്ലായിരിക്കും. എങ്ങനെയായാലും കാര്യം വലിയ കഷ്ടായി എന്നും മറ്റും അരുളി ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോഴേക്കും കുഞ്ചുക്കർത്താവിൻ്റെ മൃതശരീരം വെള്ളത്തിൽ അങ്ങനെ താണു പോയി. ഉടനെ അദ്ദേഹത്തിൻ്റെ മാളികയിൽ ഒരു വീണവായന കേട്ടു തുടങ്ങി. അപ്പോ ആ വെടിക്കാരായ ഭൃത്യന്മാര് കൊച്ചുതമ്പുരാക്കന്മാരുടെ അടുക്കൽ ചെന്നു പറഞ്ഞു, അല്ല, ഈ കഷ്ടസംഭവം തൃക്കൺ പാർത്തതുകൊണ്ട് തിരുമനസ്സിലുണ്ടായിരുന്ന അസ്വാസ്ഥ്യം ആ മാളികയിൽ എഴുന്നള്ളി ആ വീണവായന കുറച്ച് കേട്ടാൽ തീരും എന്നറിയിച്ചു. അത് കേട്ട ഉടനെ കൊച്ചുതമ്പുരാക്കന്മാർ മാളികയിലേക്ക് എഴുന്നള്ളി. അപ്പോ അവിടെ വീണ വായിച്ചു കൊണ്ടിരുന്നത് കുഞ്ചുക്കർത്താവായിരുന്നു. കുഞ്ചുക്കർത്താവിനെ കണ്ടപ്പോ ആ തമ്പുരാക്കന്മാർക്കുണ്ടായ സന്തോഷവും വിസ്മയവും എത്രമാത്രമായിരുന്നു എന്നുള്ളത് എൻ്റെ കഥാപ്രേമികളോട് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അങ്ങനെ ആ തമ്പുരാക്കന്മാർ കരുതിക്കൊണ്ടുവന്നിരുന്ന സമ്മാനങ്ങളെല്ലാം കുഞ്ചുക്കർത്താവിന് കൊടുത്ത് അത്യന്തം ബഹുമാനിച്ചതിൻ്റെ ശേഷം ആ തമ്പുരാക്കന്മാർ മടങ്ങി എഴുന്നള്ളുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം ഈ കുഞ്ചുക്കർത്താവും ഒരു നമ്പൂരിയും കൂടി ചതുരംഗം വെച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവിൻ്റെ ചില സ്നേഹിതന്മാര് അവിടെ ചെന്ന് കർത്താവിനോട് പറഞ്ഞു, ഹേയ്,
ഞങ്ങൾ വഞ്ചി കളിക്കാനായി പുറപ്പെട്ടിരിക്കുകയാണ്. യജമാനൻ കൂടെ വരണം എന്ന് പറഞ്ഞു. ചതുരംഗത്തിലുള്ള രസം കൊണ്ട് കർത്താവ് പറഞ്ഞു, ഹേയ്, ഞാനിപ്പോൾ വരണില്ല. നിങ്ങൾ പോയി വഞ്ചി കളിച്ചോളുക. ഞങ്ങൾ ചതുരംഗം കളിക്കുകയാണ് ഇവിടെ എന്നു പറഞ്ഞു. അതു കേട്ട് ആ സ്നേഹിതന്മാർ സമ്മതിക്കാതെ വീണ്ടും വീണ്ടും അങ്ങോട്ട് നിർബന്ധിച്ചുകൊണ്ടിരുന്നു. അവസാനം രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ കർത്താവ് കളിക്കാരനായ ആ നമ്പൂരിയോട് പറഞ്ഞു, ആ എന്നാ ഞാൻ പോയി ക്ഷണത്തിൽ മടങ്ങി വന്നേക്കാം. അവിടുന്ന് ഇവിടെ തന്നെ ഇരിക്കണം, പൊയ്ക്കളയരുത് എന്ന് പറഞ്ഞിട്ട് അവരോട് കൂടി അങ്ങോട്ട് പോയി. ഉടനെ എല്ലാവരും കൂടി ചെന്ന് തോണിയിൽ കയറി കളി തുടങ്ങി. അങ്ങനെ സ്വല്പസമയം കഴിഞ്ഞപ്പോൾ തോണിയുടെ ആ കൊമ്പത്തിരുന്ന കർത്താവ് എങ്ങനെയോ തെറിച്ച് വെള്ളത്തിൽ വീഴുകയും ഉടനെ താണു പോവുകയൊക്കെ ചെയ്തു. വഞ്ചിയിലുണ്ടായിരുന്ന കൂട്ടുകാർക്ക് അങ്ങോട്ട് പരിഭ്രമായേ. ചിലര് വെള്ളത്തിൽ ചാടി മുങ്ങി തപ്പി നോക്കി. കർത്താവിൻ്റെ മൃതശരീരം പോലും എങ്ങും കണ്ടില്ല. പിന്നെ വലക്കാരെ വരുത്തി വല വീശിച്ചു നോക്കി, എന്നിട്ടും കണ്ടില്ല. കർത്താവിൻ്റെ ശവം പോലും കണ്ടുകിട്ടുന്ന കാര്യം അസാധ്യമെന്ന് തീർച്ചയായപ്പോൾ അവരെല്ലാവരും ഏറ്റവും വിഷാദത്തോടു കൂടി കളി മതിയാക്കി അങ്ങട് കരയ്ക്ക് കയറി. ഈ വർത്തമാനം കർത്താവിൻ്റെ ഗൃഹത്തിൽ അറിയിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് അവരെല്ലാവരും കൂടി അങ്ങോട്ട് നടന്നു. അവര് അവിടെ ചെന്നപ്പോൾ കർത്താവും ആ നമ്പൂരിയും കൂടി യഥാപൂർവം ചതുരംഗം വച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് അവര് അത്ഭുതപ്പെട്ടു പോയി. ഹേയ്, എന്നാലും യജമാനൻ ഞങ്ങളെ ഇങ്ങനെ വ്യസനിപ്പിച്ചത് വലിയ കഷ്ടമായിപ്പോയി എന്ന് അവര് പറഞ്ഞു. അത് കേട്ടപ്പോൾ കുഞ്ചുകർത്താവ് പറഞ്ഞു, അല്ല, നിങ്ങൾ ഞങ്ങളുടെ ചതുരംഗക്കളി പകുതിയാക്കി നിർത്തിച്ചതും ഞങ്ങൾക്കും വലിയ വിഷമായി എന്ന് കർത്താവ് അവരോടും തിരിച്ചു പറഞ്ഞു. ഈ കുഞ്ചുകർത്താവിൻ്റെ അത്ഭുത കർമ്മങ്ങളെക്കുറിച്ച് പരദേശത്തു വരെ കേട്ടു തുടങ്ങി. അങ്ങനെ കേട്ടപ്പോൾ അവിടെ നിന്ന് കെങ്കേമനായ ഒരു ഇന്ദ്രജാലക്കാരൻ ഇദ്ദേഹത്തെ പരീക്ഷിക്കാനായി ഇങ്ങോട്ട് പുറപ്പെട്ടു. അങ്ങനെ അയാൾ എറണാകുളത്തെത്തി. അടുത്ത ദിവസം കായലിൽ വച്ച് ഒരു കളി നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നതായി ഒരു പരസ്യം അങ്ങോട്ട് പ്രസിദ്ധപ്പെടുത്തി. നിശ്ചിത സമയമായപ്പോഴേക്കും എറണാകുളത്തുള്ള കായൽക്കരയിൽ അസംഖ്യ ആളുകൾ അങ്ങോട്ട് കൂടി. കൊച്ചി വലിയ തമ്പുരാൻ തിരുമനസ്സുകൊണ്ടും പരിവാരസമേതം അവിടെ എഴുന്നള്ളി. ആ കൂട്ടത്തിൽ നമ്മുടെ കുഞ്ചുകർത്താവ് ഉണ്ടായിരുന്നു. ആ പരദേശി വന്നിരിക്കുന്നത് കുഞ്ചുകർത്താവിനെ പരീക്ഷിക്കാനാണെന്ന് ആർക്കും അറിയാൻ പാടില്ലായിരുന്നു. അയാള് ആ പരമാർത്ഥം ആരോടും പറഞ്ഞൂല്ല. എങ്കിലും കുഞ്ചുകർത്താവ് ഈ വാസ്തവം ഊഹിക്കാതിരുന്നില്ല. അങ്ങനെ സമയമായപ്പോ ആ ഐന്ദ്രജാലികൻ ചില സമ്മാനങ്ങൾ കെട്ടിയെടുത്തുകൊണ്ട് ഒരു മെതിയടിയിൽ കയറി വെള്ളത്തിൻ്റെ മീതെ നടന്ന് കായലിലേക്ക് പോയി. കരയിൽ നിന്ന് ഏകദേശം 100 അടി അകലെ ചെന്ന് അവിടെ വെള്ളത്തിന് മീതെ ഒരു കരിമ്പടം വിരിച്ച് അതിൽ പേനക്കത്തികൾ, പേനയും പെൻസിലും പിച്ചാത്തി പിഞ്ഞാണവും ചീനത്തൂശിയുമുണ്ടു, നൂലു ചരടും തീപ്പെട്ടി കാൽപ്പെട്ടിയും, ഇത്രയൊക്കെ ആ കരിമ്പടത്തിൻ്റെ മീതെ നിരത്തി വച്ച് ഓടി വരുവിൻ, ഓടി വരുവിൻ, സമ്മാനം മെച്ചം, വില സഹായം, ഇപ്പ തീർന്നു പോകും എന്നും മറ്റും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. നമ്മുടെ കുഞ്ചുകർത്താവിന് വായുസ്തംഭം, ജലസ്തംഭം മുതലായവ അറിയാമെങ്കിൽ വെള്ളത്തിൻ്റെ മീതെ നടന്നു ചെല്ലും. അങ്ങനെ ചെന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് ആ വക വിദ്യകൾ അറിഞ്ഞുകൂടെന്ന് തീർച്ചപ്പെടുത്തുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചാണ് ആ പരദേശി ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ അയാൾ സാഹങ്കാരം ഇങ്ങനെ വിളിച്ചു പറയുന്നത് കേട്ടപ്പോൾ വലിയ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് കുഞ്ചുകർത്താവിനെ അടുക്കൽ വിളിച്ചു ചോദിച്ചു, ഹേയ്, എന്താ അവിടെ ചെന്ന് വല്ലതും വാങ്ങിക്കൊണ്ടുവരാൻ വയ്യേ എന്ന് കൽപ്പിച്ചു ചോദിച്ചു. അല്ല, അടിയന് അവിടത്തെ കൽപ്പനയുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കാം എന്ന് കർത്താവ് മറുപടി അറിയിച്ചപ്പോൾ തമ്പുരാൻ പറഞ്ഞു, ആ ആട്ടെ, ഒന്ന് പരീക്ഷിച്ചു നോക്കുക
എന്ന് വീണ്ടും കൽപ്പിച്ചു. അത് കേട്ട ഉടനെ കുഞ്ചുകർത്താവ് ഒരു വലിയ വെള്ളക്കുതിരയുടെ പുറത്തു കയറി വെള്ളത്തിനു മീതെ ഓടിച്ച് അങ്ങോട്ട് ചെന്നു. അപ്പോഴേക്കും കരിമ്പടവും കച്ചവട സാമാനങ്ങളും കച്ചവടക്കാരനും എല്ലാം വെള്ളത്തിൽ താണു കഴിഞ്ഞു. കായലിൽ കിടന്ന് മുങ്ങിയും പൊങ്ങിയും വെള്ളം കുടിച്ച് മരിക്കാൻ തുടങ്ങിയ ആ പരദേശികനെ കുഞ്ചുകർത്താവ് പിടിച്ച് വലിച്ച് തൻ്റെ കുതിരയുടെ പുറത്തു കയറ്റിയിരുത്തിക്കൊണ്ട് കുതിരയെ തിരികെ ഓടിച്ച് കരയ്ക്കടുത്തിട്ട് ആ പരദേശിയോട് പറഞ്ഞു, ഹേയ്, എന്താ പരീക്ഷ ഒട്ടുമതിയോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ആ പരദേശി തൊഴുതുകൊണ്ട് പറഞ്ഞു, അല്ല, അബദ്ധം പിണഞ്ഞു പോയതാ, ക്ഷമിക്കണം. എൻ്റെ പ്രാണരക്ഷ ചെയ്തതിനായി പ്രത്യേകം ഞാൻ വന്ദനം പറഞ്ഞുകൊള്ളുന്നു. ഇനി എൻ്റെ ജീവനുള്ളപ്പോൾ ഞാൻ യജമാനനെ പരീക്ഷിക്കാൻ പുറപ്പെടില്ല എന്ന് പറഞ്ഞ് സത്യം ചെയ്ത് ലജ്ജാവനമ്രമുഖനായി അവിടെ നിന്ന് മടങ്ങി പരദേശത്തേക്ക് തന്നെ പോയി. അങ്ങനെയിരിക്കെ ഒരു വേനൽക്കാലത്ത് വഴിപോക്കരായും മറ്റുമുള്ള അനവധി ആളുകൾ കർത്താവിൻ്റെ മാളികയിൽ വന്നുകൂടി. അവര് വെയിലുകൊണ്ട് പരവശന്മാരായിട്ടാണ് അവിടെ കയറിയത്. ദാഹം കലശലായിട്ടുണ്ടായിരുന്നത് കൊണ്ട് കുടിക്കാൻ വെള്ളം വേണമെന്ന് അവർ കുഞ്ചുകർത്താവിനോട് പറഞ്ഞു. ഹേയ്, അതിനെന്താപ്പത്ര വിഷമം, തരാലോ, എന്ത് വെള്ളാ വേണ്ടത് എന്ന് കർത്താവ് ചോദിച്ചപ്പോൾ, അല്ല, ഞങ്ങൾക്ക് കരിക്കായ കൊള്ളാമെന്നുണ്ട്, അല്ല ഇനി അല്ലെങ്കിൽ അവിടുത്തെ സൗകര്യം പോലെ എന്ത് വെള്ളമായാലും വിരോധമില്ല എന്നവർ പറഞ്ഞു. അത് കേട്ടപ്പോൾ കർത്താവ് പറഞ്ഞു, ഹേയ്, അതിനിപ്പോൾ എത്ര വിഷമെന്താ, കരിക്ക് തന്നെ ആയിക്കോട്ടെ, വിരോധമില്ല. ഇവിടെ അതിന് സൗകര്യക്കുറവൊന്നുമില്ല. പക്ഷേ തെങ്ങുമ്മ കയറാൻ ഇപ്പോൾ ഇവിടെ നമ്മുടെ ഭൃത്യന്മാരാരുമില്ല. എന്നാ ബാല്യക്കാരൊക്കെ ഓരോരോ കാര്യങ്ങൾക്കായി ഓരോ സ്ഥലങ്ങളിലേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പൊ വിരോധമൊന്നും വിചാരിക്കണ്ട. തെങ്ങുമ്മ കയറാൻ എനിക്കും അറിയാം, നല്ല പരിചയമില്ല എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് കർത്താവ് തന്നെ ചെന്ന് ഒരു തെങ്ങുമ്മ കയറി അതിൽ നിന്ന് ഒരു കരിക്ക് പറച്ച് താഴെ ഇട്ടതിൻ്റെ ശേഷം ആ തെങ്ങുമ്മേൽ നിന്ന് മറ്റൊരു തെങ്ങുമ്പിലേക്ക് അങ്ങോട്ട് ചാടി. അതിന്മേൽ നിന്നും ഒരു കരിക്ക് പറച്ചിട്ട് പിന്നൊരു തെങ്ങുമ്പിലേക്ക് ചാടി. അങ്ങനെ ഓരോ കരിക്ക് വീതം പറിച്ചുകൊണ്ട് അദ്ദേഹം ഒരു കുരങ്ങനെ പോലെ അവിടെ ഉണ്ടായിരുന്ന തെങ്ങുമ്മേലൊക്കെ ചാടി നടന്നു. അവിടെ കൂടിയിരുന്നവര് ഇത് കണ്ട് അത്യന്തം അങ്ങോട്ട് വിസ്മയിച്ചു. എങ്കിലും ഒടുക്കം ചാട്ടം പിഴച്ച് കർത്താവ് നിലത്ത് വീണു. അത് കണ്ട് പരിഭ്രമിച്ച് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഓടിച്ചെന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ബോധമില്ലായിരുന്നു. അത്യന്തം വിവശനായിരിക്കുന്നത് കണ്ട് അദ്ദേഹം അപ്പം തന്നെ മരിച്ചു പോകുമെന്നെല്ലാവരും അങ്ങോട്ട് തീർച്ചപ്പെടുത്തി. കർത്താവിൻ്റെ ആ അവശത കണ്ടപ്പോൾ വെള്ളം കുടിക്കണമെന്ന് വിചാരിച്ച കാര്യമൊക്കെ എല്ലാവരും അങ്ങോട്ട് മറന്നു. അവര് ഏറ്റവും വിഷണ്ണന്മാരായി തീർന്നു. അങ്ങനെ അവരെല്ലാവരും ഇത് കർത്തവ്യതാമൂഢന്മാരായി അങ്ങനെ നിന്നപ്പോ കർത്താവ് വായ് തുറന്ന് കാണിച്ചു. അത് കണ്ടപ്പോ അദ്ദേഹത്തിന് വെള്ളം കുടിക്കണമെന്നുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും വായ് പൊളിച്ച് കാണിക്കണത്. ആരെങ്കിലും ചെന്ന് ഒരു കരിക്ക് ക്ഷണത്തിൽ ചെത്തിക്കൊണ്ടുവരിക എന്ന് അതിൽ നിന്ന ഒരാൾ പറഞ്ഞു. അത് കേട്ട ഉടനെ ചിലര് കരിക്ക് ചെത്തിക്കൊണ്ടുവരാനായി ഓടിപ്പോയി. ആ സമയത്ത് ഒരു ചെത്തിയ കരിക്കും കൊണ്ട് നമ്മുടെ കുഞ്ചുകർത്താവ് അവിടെ വന്നു. തെങ്ങിൽ നിന്ന് വീണ് അവശനായി കിടന്നിരുന്ന കുഞ്ചുകർത്താവ് തൽക്ഷണം അദൃശ്യനായി തീരുകയും ചെയ്തു. ആ സമയം അവിടെയുണ്ടായിരുന്ന ജനങ്ങൾക്കുണ്ടായ വിസ്മയം വാചാമഗോചരമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. കർത്താവ് തെങ്ങിന്മേലെല്ലാം ചാടി നടന്നത് ഹനുമാന്റെ അനുഗ്രഹം കൊണ്ടും താഴെ വീണ് മരിക്കാൻ തുടങ്ങിയതായി കാണിച്ചത് ഇന്ദ്രജാല വിദ്യ കൊണ്ടുമായിരുന്നു എന്നുള്ളത് എൻ്റെ കഥാപ്രേമികളോട് വിശേഷിച്ച് പറയണമെന്നില്ലല്ലോ. കർത്താവ് തെങ്ങിന്മേൽ ചാടി നടക്കുന്നത് കണ്ടപ്പോൾ ജനങ്ങൾക്കുണ്ടായ വിസ്മയം അവശനായി കിടന്നിരുന്ന അദ്ദേഹത്തെ വീണ്ടും സ്വസ്ഥ ശരീരനായി കണ്ടപ്പോൾ ശതഗുണീഭവിച്ചു. കരിക്ക് ചെത്തിക്കുടിച്ച് ദാഹം തീർത്തതിൻ്റെ ശേഷം വീണ്ടും എല്ലാവരും മാളികയിൽ കൂടി. അപ്പോൾ കുഞ്ചുകർത്താവ് പറഞ്ഞു, ആ, എല്ലാവരുടെയും വെള്ളം കുടിയൊക്കെ കഴിഞ്ഞ് ദാഹവും സംഭ്രമമൊക്കെ തീർന്നുല്ലോ ലേ, ഇനി
ഒന്ന് ഭേഷായിട്ട് മുറിക്കാ കൊള്ളാമെന്നുണ്ടായിരിക്കും ഇല്ലേ? ആ എന്നാ ആവശ്യമുള്ളവർക്കൊക്കെ ഭംഗിയായിട്ട് അങ്ങോട്ട് മുറുക്കാം എന്ന് പറഞ്ഞ് മുറുക്കാൻ പെട്ടി അങ്ങോട്ട് തുറന്നു വച്ചു. അതിൽ മുറുക്കാനുള്ളത് ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കണ്ടപ്പോ അതിലുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, അല്ല, ഈ പെട്ടിയിൽ മുറുക്കാൻ ഉള്ളത് ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ കർത്താവ് പറഞ്ഞു, ഹേയ്, ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ എല്ലാം ഇപ്പോൾ വരുത്താലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ആ ജനക്കൂട്ടത്തിനിടയിലുള്ള ഒരാൾ പറഞ്ഞു, ഹേയ്, അങ്ങനെ വേണമെന്നില്ല, ഞങ്ങൾക്ക് വേണ്ടി അങ്ങനെ അങ്ങ് ബുദ്ധിമുട്ടണമെന്നില്ല. ഇവിടെ ഇപ്പോൾ ബാല്യക്കാരും ഇല്ലാണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് ഇനി മുറുക്കാൻ സാമാനങ്ങൾ വാങ്ങാനും യജമാനൻ തന്നെ പോകണമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. ഹേയ്, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ എന്തിനറിയണു? നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുറുക്കിക്കോളുക, അപ്പം തിന്നാൻ കുഴി എന്തിനാ എണ്ണണേ എന്ന് കർത്താവ് പറഞ്ഞപ്പോഴേക്കും എവിടെ നിന്നോ എന്തോ മുറുക്കാനുള്ള സാധനങ്ങളെല്ലാം പെട്ടിയിൽ നിറഞ്ഞു കഴിഞ്ഞു. നല്ല ഒന്നാം തരം തുളസിയില, വെറ്റില, പഴുക്കടയ്ക്ക, നല്ല പുകല, ഒന്നന്തരത്തിലുള്ള ചുണ്ണാമ്പ്, ഏലത്തിരി, ഗ്രാമ്പൂവ്, വാൽമുളക്, ജാതിക്ക, ജാതിപത്രി മുതലായവയെല്ലാം കണ്ട് ആ ജനങ്ങൾ അങ്ങോട്ട് പൂർവാധികം വിസ്മയിക്കുകയും ആവശ്യമുള്ളവരൊക്കെ ഭേഷായിട്ട് അങ്ങോട്ട് മുറുക്കിയതിൻ്റെ ശേഷം എല്ലാവരും കർത്താവിനെ വന്ദിച്ച് യാത്രയും പറഞ്ഞ് അങ്ങോട്ട് പോവുകയും ചെയ്തു. ഇനി വിശേഷിച്ച് വല്ലവരും വന്നാൽ ഒരു സാധനവും കുഞ്ചുകർത്താവ് ബാല്യക്കാരെയും മറ്റും പറഞ്ഞയച്ച് വരുത്തുക പതിവില്ല. ആവശ്യമുള്ളതെല്ലാം താനേ അവിടെ വന്നോളും. അങ്ങനെയാണ് പതിവ്. ഈ സാമാനങ്ങളെല്ലാം ആവശ്യം പോലെ കൊണ്ടുവന്ന് കൊടുക്കുന്നത് കുഞ്ചുകർത്താവ് സേവിച്ച് പ്രത്യക്ഷമാക്കിയിട്ടുള്ള കുട്ടിച്ചാത്തന്മാരാണെന്നുള്ളത് എൻ്റെ കഥാപ്രേമികളോട് വിശേഷിച്ച് പറയണമെന്നില്ലല്ലോ. ഈ കുഞ്ചുകർത്താവിൻ്റെ അത്ഭുത കർമ്മങ്ങൾ ഇങ്ങനെ ഇനിയും ഇശ്ശി പറയാനുണ്ട്. അവ മിക്കവാറും കൈപ്പുഴ തമ്പാന്റെ വിദ്യകളെ അനുകരിക്കുന്നവയായതുകൊണ്ടും കഥയുടെ ദൈർഘ്യം ഭയപ്പെട്ടും ഇനി അധികം ഞാൻ വിസ്തരിക്കണില്ല. ദേവാസുര യുദ്ധത്തിൽ സഹായിക്കുന്നതിന് ചെല്ലാനായിട്ട് ക്ഷണക്കത്ത് നൂലിന്മേൽ കെട്ടി ആകാശമാർഗത്തിങ്കൽ നിന്ന ദേവേന്ദ്രൻ കൈപ്പുഴത്തമ്പാന്റെ പേർക്ക് അയക്കാറുള്ളതുപോലെ കുഞ്ചുകർത്താവിൻ്റെ പേർക്കും അയക്കാറുണ്ട്. തമ്പാനെപ്പോലെ തന്നെ കർത്താവും നൂലിന്മേൽ പിടിച്ച് തന്നെ സ്വർഗത്തിലേക്ക് കയറിപ്പോവുകയും മറ്റും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഈ മഹത്തായ ഇന്ദ്രജാലം കൈപ്പുഴ തമ്പാൻ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ തിരുമുമ്പിൽ വച്ചാണെന്നും കുഞ്ചുകർത്താവ് കൊച്ചി വലിയ തമ്പുരാന്റെ തിരുമുമ്പിൽ വച്ചാണെന്നും മാത്രമേ വ്യത്യാസമുള്ളൂ. രണ്ടു പേര് കാണിച്ചതാണെങ്കിലും ഒരുപോലെയുള്ള രണ്ട് സംഗതികൾ പ്രത്യേകം പ്രത്യേകം വിവരിക്കുന്നത് അനാവശ്യമാണല്ലോ. കുഞ്ചുകർത്താവ് വൈദ്യം വകയായും മന്ത്രവാദം വകയായും ഇന്ദ്രജാലം വകയായും അസ്ത്രശാസ്ത്ര പ്രയോഗങ്ങൾ സംബന്ധിച്ചുള്ളവയായും സേവാമാർഗങ്ങൾ വിവരിക്കുന്നവയായും മറ്റും അനേകം ഗ്രന്ഥങ്ങൾ പരദേശത്ത് നിന്ന് സമ്പാദിച്ചു കൊണ്ടുവന്ന് സ്വഗൃഹത്തിൽ സൂക്ഷിച്ചു വച്ചിരുന്നു. അദ്ദേഹം അവിടെ ഇല്ലാതെ ഇരിക്കുന്ന സമയങ്ങളിൽ അനന്തരവന്മാരിൽ ചിലർ ആ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കി സ്വകാര്യമായി ചില വിദ്യകളൊക്കെ അങ്ങോട്ട് പഠിച്ചു തുടങ്ങി. കുറച്ചു കാലത്തേക്ക് കുഞ്ചുകർത്താവ് അനന്തരവരുടെ ഈ കളവ് അറിഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതറിയുന്നതിന് ചില കാരണങ്ങളുണ്ടായി. നമ്മുടെ ചേരാനല്ലൂർ കർത്താവിൻ്റെ ഗ്രഹമിരിക്കുന്ന പുരയിടത്തിൻ്റെ കിഴക്ക് വശം കുമ്പളം, വെള്ളരി, മത്ത മുതലായവ കൃഷി ചെയ്യുന്നതിന് കൊള്ളാവുന്ന സ്ഥലമാണ്. അവിടെ ആണ്ടുതോറും പതിവായി മേൽപ്പറഞ്ഞ കൃഷി ചെയ്യാറുണ്ടായിരുന്നു. കുഞ്ചുകർത്താവ് അവിടെയുള്ളപ്പോൾ അദ്ദേഹം കാലത്തേ എഴുന്നേറ്റ് അവിടെ ചെന്ന് നോക്കി കുമ്പളം, മത്ത മുതലായവയുടെ ഫലപുഷ്ടി കണ്ട് ആനന്ദിക്കുക ഒരു പതിവായിരുന്നു. ആ പതിവനുസരിച്ച് അദ്ദേഹം ഒരു ദിവസം കാലത്ത് ചെന്ന് നോക്കിയപ്പോൾ അതിൽ ഒരു കുമ്പളങ്ങയിൽ 1 രൂപാവട്ടത്തിൽ മറുപുറം തുളഞ്ഞതായ ഒരു ദ്വാരം കണ്ടു. ഹേയ്, ഇതെന്താന്ന് സംശയിച്ച് പരിശോധിച്ചു നോക്കിയപ്പോൾ എല്ലാത്തിന്മേലും അങ്ങനെ ഓരോ ദ്വാരം വീതം കണ്ടു. ഉടനെ അനന്തരവരെ വിളിച്ച് ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അതിൽ ഒരനന്തരവൻ പറഞ്ഞു, ഞാൻ അസ്ത്രശാസ്ത്ര ഗ്രന്ഥം എടുത്ത് നോക്കിയപ്പോൾ ഒരു പ്രയോഗം കണ്ടു. ആ വിദ്യ ഫലിക്കോ എന്ന് പരീക്ഷിച്ചു നോക്കാനായി തെങ്ങിൻ്റെ ഈർക്കിലി കൊണ്ട് ഒരസ്ത്രമുണ്ടാക്കി പ്രയോഗിച്ചതാണ്.
ഞാൻ ഒന്നിന്മേൽ മാത്രം എഴുതി നോക്കിയുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ട് കുഞ്ചുകർത്താവ് പറഞ്ഞു, ഗുരുവിൻ്റെ ഉപദേശം കൂടാതെ ഗ്രന്ഥത്തിൽ കാണുന്നവ പ്രയോഗിച്ചു തുടങ്ങിയാൽ അനർത്ഥങ്ങൾ ഉണ്ടായേക്കാം. അതിനാൽ അങ്ങനെ ചെയ്യരുത് എന്ന് മാത്രം മറുപടി പറഞ്ഞു. അങ്ങനെ ഇരിക്കെ വേറെ ഒരനന്തരവൻ സേവാക്രമ ഗ്രന്ഥമെടുത്ത് നോക്കി ചില മന്ത്രങ്ങൾ പഠിച്ചുകൊണ്ട് ഹനുമാനെ സേവിച്ചു തുടങ്ങി. ഒടുക്കം അയാൾക്ക് ഭ്രാന്ത് പിടിച്ചു. അതുകൂടി ആയപ്പോൾ കുഞ്ചുകർത്താവ് ഈ ഗ്രന്ഥങ്ങൾ ഇവിടെ വച്ചിരുന്നാൽ ഇനി ഇതിനേക്കാൾ വലിയ അനർത്ഥം ഉണ്ടായേക്കും എന്ന് വിചാരിച്ച് അവയെല്ലാം എടുത്ത് അങ്ങട് ചുട്ട് നശിപ്പിച്ചു കളഞ്ഞു. ആ ഭ്രാന്ത് പിടിച്ച ആളുടെ ബാധയെ പിടിച്ച് ചിറ്റൂര് ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള ആൽത്തറയ്ക്കൽ കുടിയിരുത്തുകയും ചെയ്തു. ചേരാനല്ലൂർ കർത്താവിൻ്റെ വകയായി ചിറ്റൂർ എന്ന ദേശത്ത് ഒരു ക്ഷേത്രമുണ്ട്. ഗുരുവായൂരപ്പനെ തന്നെയാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഈ ചേരാനല്ലൂർ കർത്താവിനുണ്ടായിട്ടുള്ള ശ്രേയസ്സുകൾക്കൊക്കെ പ്രധാന കാരണം ആ സ്വാമി തന്നെയാണ്. കുഞ്ചുകർത്താവ് ആ ക്ഷേത്രത്തിൽ 3 പ്രാവശ്യം അതിനിഷ്ഠയോടുകൂടി സംവത്സര ഭജനം നടത്തിയിട്ടുണ്ട്. 3ാമത്തെ സംവത്സര ഭജനം കഴിഞ്ഞതിൽ പിന്നെയാണ് അദ്ദേഹത്തിൻ്റെ കീർത്തി ലോകത്തിൽ സർവത്ര അങ്ങോട്ട് വ്യാപിച്ചത്. ഇനി ആ ക്ഷേത്രമുണ്ടായത് എങ്ങനെയെന്നുകൂടി പറഞ്ഞിട്ട് ഞാൻ ഈ കഥ അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. ഇളമുറക്കാരനായിരുന്ന ഒരു ചേരാനല്ലൂർ കർത്താവ് ഗുരുവായൂർ ചെന്ന് ഭക്തിപൂർവം സ്വാമിയെ ഭജിച്ച് അങ്ങോട്ട് താമസിച്ചു. അങ്ങനെ 10-12 കൊല്ലം കഴിഞ്ഞപ്പോൾ കാരണവര് മരിച്ചു പോയതുകൊണ്ട് ഈ കർത്താവിന് തറവാട്ടിൽ മൂപ്പായി. അതുകൊണ്ട് തന്നെ തറവാട്ടിൽ മൂത്തയാള് നടത്തേണ്ടതായ അനേകം കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അദ്ദേഹം തിരിച്ച് തറവാട്ടിൽ വന്ന് താമസിക്കണമെന്ന് പറഞ്ഞ് ആളുകൾ ചെന്ന് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ നിന്ന് വിട്ടുപിരിയുന്ന കാര്യം ഏറ്റവും വ്യസനകരമായി തീർന്നു. അങ്ങനെ തിരിച്ച് തറവാട്ടിൽ വന്ന് താമസിക്കാതെ ഇരിക്കാൻ നിവൃത്തിയില്ലാതെയും വന്നു. എൻ്റെ ഗുരുവായൂരപ്പ, ഞാൻ എന്താ ഇനി ചെയ്യേണ്ടത്? അവിടുന്ന് തന്നെ ഇതിനൊരു നിവൃത്തി ഉണ്ടാക്കി തരണം എന്ന് വിചാരിച്ചുകൊണ്ട് രാത്രിയിൽ കിടന്നുറങ്ങിയപ്പോൾ കർത്താവിന് ഒരു സ്വപ്നം ഉണ്ടായി അത്രേ. നീ ഒട്ടും വ്യസനിക്കണ്ട, നാളെ തന്നെ സ്വന്തം ഗൃഹത്തിലേക്ക് പോയിക്കൊള്ളുക, ഞാൻ അവിടെ വന്നോളാം. അവിടെ ഒരു നല്ല സ്ഥലം നോക്കി നീ ക്ഷേത്രം പണിയിക്കുകയും നല്ലൊരു മുഹൂർത്തത്തിൽ പ്രതിഷ്ഠ നടത്തുകയൊക്കെ ചെയ്യണം. എൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കും. പ്രതിഷ്ഠയ്ക്ക് സമയമാവുമ്പോൾ അവിടെ വരുന്ന തന്ത്രിയെ കൊണ്ട് പ്രതിഷ്ഠ നടത്തിക്കണം. മുൻകൂട്ടി ആരോടും പറയണമെന്നില്ല. ഇത്രയും ഒരാള് അടുക്കൽ ചെന്ന് പറഞ്ഞതായിട്ടാണ് കർത്താവ് സ്വപ്നം കണ്ടത്. ഇത് ഗുരുവായൂരപ്പൻ അരുളി ചെയ്തത് തന്നെയാണെന്ന് വിശ്വസിച്ച് കർത്താവ് പിറ്റേ ദിവസം തന്നെ സ്വദേശത്തേക്ക് പോന്നു. അങ്ങനെ കർത്താവ് സ്വന്തം ഗൃഹത്തിലെത്തി താമസം തുടങ്ങിയിട്ട് അധികം താമസിയാതെ തന്നെ സ്ഥലം നോക്കി നിശ്ചയിച്ച് ക്ഷേത്രം പണി നടത്തിക്കുകയും പ്രതിഷ്ഠിക്കുവാനുള്ള വിഗ്രഹം ഉണ്ടാക്കിച്ച് വയ്ക്കുകയും മുഹൂർത്തം നോക്കിച്ച് നിശ്ചയിക്കുകയും പ്രതിഷ്ഠയ്ക്ക് വേണ്ടുന്ന ഉപകരണങ്ങളെല്ലാം ശേഖരിക്കുകയും ചെയ്ത് തന്ത്രി വരാനായി അങ്ങോട്ട് കാത്തിരുന്നു. ആ കാലത്ത് ചേന്നാസ് നമ്പൂരിപ്പാട്ടിലേക്കും ഒരു സ്വപ്നം ഉണ്ടായത്രേ. ചേരാനല്ലൂർ കർത്താവ് ചിറ്റൂർ ദേശത്ത് ഒരു ക്ഷേത്രം പണിയിച്ച് പ്രതിഷ്ഠയ്ക്കെല്ലാം വട്ടം കൂട്ടി വച്ചിരിക്കുന്നു. മുഹൂർത്തം ഇന്നപ്പോഴാണ്. അതിന് തക്കവണ്ണം അവിടെ ചെന്ന് പ്രതിഷ്ഠ നടത്തണം എന്നായിരുന്നു സ്വപ്നം. അതനുസരിച്ച് നമ്പൂരിപ്പാട് അവിടെ എത്തി നിശ്ചിത മുഹൂർത്തത്തിൽ തന്നെ പ്രതിഷ്ഠ നടത്തി കൊടുക്കുകയൊക്കെ ചെയ്തു. നമ്മുടെ കർത്താവ് തന്ത്രിക്ക് ദക്ഷിണ ചെയ്തത് ഒരു പൊൻകിണ്ണം നിറയെ വിൽക്കാശായിരുന്നു. കിണ്ണം നിറയെ വിൽക്കാശ് കൊണ്ടുചെന്ന് തന്ത്രിയുടെ മുൻപിൽ ചൊരിഞ്ഞിട്ട് കിണ്ണം തിരികെ കൊണ്ടുപോന്നു. അത് കണ്ടപ്പോൾ തന്ത്രി കർത്താവിനോട് പറഞ്ഞു, എല്ലാം വളരെ ഭംഗിയായി. ഈ ക്ഷേത്രത്തിൽ ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം എന്നും വേണ്ടതുപോലെ ഉണ്ടായിരിക്കും എന്ന് സന്തോഷസമേതം പറഞ്ഞ് അങ്ങട് അനുഗ്രഹിച്ചു. അത് കേട്ടപ്പോൾ കർത്താവ് തന്ത്രിയോട് വീണ്ടും ചോദിച്ചു, അല്ല, ഈ ക്ഷേത്രം കാലക്രമേണ ഗുരുവായൂർ ക്ഷേത്രത്തെ അതിശയിക്കും ഇല്ലേ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ തന്ത്രി പറഞ്ഞു, ഹേയ്, അതില്ല, അതൊരിക്കലും നടക്കില്ല. അതിലൊരു പടി താഴെ ആയിരിക്കുകയുള്ളൂ എന്ന് തന്ത്രി പറഞ്ഞു. അത് കേട്ടപ്പോൾ കർത്താവ് ചോദിച്ചു,
ഹേയ്, അതെന്തുകൊണ്ടാ അങ്ങനെ എന്ന് ചോദിച്ചു. അത് കേട്ട ഉടനെ തന്ത്രി പറഞ്ഞു, ആ പൊൻകിണ്ണത്തോടുകൂടി തന്നെ ദക്ഷിണ ചെയ്തിരുന്നുവെങ്കിൽ കർത്താവ് വിചാരിച്ചതുപോലെ തന്നെ ആകുമായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്തില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞു. അത് കേട്ടപാടെ കർത്താവ് ആ പൊൻകിണ്ണം കൂടി എടുത്തുകൊണ്ട് ചെന്ന് തന്ത്രിക്ക് കൊടുത്തു. പക്ഷേ തന്ത്രി അത് സ്വീകരിച്ചില്ല. ഹേയ് വേണ്ട, എനിക്ക് മനസ്സോടുകൂടി അങ്ങ് തന്നത് മതി, അതിലധികം ഇനി ആവശ്യമില്ല എന്ന് പറഞ്ഞ് തന്ത്രി നമ്പൂതിരിപ്പാട് അങ്ങോട്ട് പോവുകയും ചെയ്തു. ഇപ്രകാരമാണ് ആ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവം. ഇവിടത്തെ ദേവനെ ചേരാനല്ലൂർ കർത്താക്കന്മാർ അവരുടെ കുലപരദേവതയായി ഇപ്പോഴും ആചരിച്ചു വരണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ചേരാനല്ലൂർ കുഞ്ചുക്കർത്താവിൻ്റെ രസകരമായ ഈ കഥ ഞാൻ ഇവിടെ നിർത്തുന്നു. ഈ കഥയും എൻ്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.